ഇല്ലാത്ത ഒരുപാട് മേഖല, ആ ജനങ്ങളാണല്ലോ കേരളത്തിലെ ജനങ്ങൾ. അവരുടെ മുമ്പിൽ ഈ വിലക്കയറ്റ തോതിൽ, ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റിൽ നമ്മൾ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് കൊണ്ടാണ് ആ ഗുരുതരമായ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. സാർ, 2024 ജൂലൈയിൽ വിലക്കയറ്റം അടിയന്തര പ്രമേയമായി വന്നപ്പോൾ മന്ത്രി GR അനിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വായിക്കാം. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം ഒരു ദേശീയ പ്രശ്നമാണ്. നമ്മുടെ തൊട്ടടുത്ത ഉൽപാദന സംസ്ഥാനങ്ങളെ നോക്കൂ. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാണ്. കേരളത്തിൽ പണപ്പെരുപ്പം 5.47 മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ കൂടുതലാണ്. കേരളത്തിൽ വിലക്കയറ്റ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി, ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സാർ. അദ്ദേഹം 24 ജൂലൈയിൽ പറഞ്ഞതാണ് ഞാൻ ഇവിടെ വായിച്ചത്. സാർ, ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുക. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെത് ഓഗസ്റ്റിൽ ഈ CPI, ഓഗസ്റ്റിലെ CPI എത്രയാണ്? 9 സാർ. ഇന്ത്യയിലെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടക എടുത്താൽ അത് 3.8 സാർ. കേരളം 9.4%. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്ക് പ്രകാരം കേരളത്തിന്റെ CPI പ്രകാരമുള്ള ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റ് അത് വരുന്നത് 9.4 ആണ്. കർണാടക 3.98 ആണ്. സാർ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ ഓഗസ്റ്റിലെ ഡേറ്റയാണ്. അത് പ്രകാരം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ 1.24, 1.77, 0.52 നെഗറ്റീവ് ഉള്ള സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ഇന്ത്യയിൽ നോക്കൂ സാർ, ഈ ഇന്ത്യയിലെ മാപ്പിൽ 9%. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. നമ്പർ 1 കേരളം. CPI-യിൽ നമ്പർ 1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഈ വിലക്കയറ്റ തോതിൽ നമ്പർ 1 കേരളം എന്ന്. ഒരു മാസമല്ല സാർ, ഇത് ഒരു മാസമാണെന്ന് കരുതണ്ട. ഒരു മാസമല്ല. നോക്കൂ, ജനുവരിയിൽ 6.79, ഫെബ്രുവരിയിൽ 7.31, ജൂണിൽ 6.71, ജൂലൈയിൽ 8.89, ഓഗസ്റ്റിൽ 9. ഒരു ഗവൺമെന്റിനോട് ഞങ്ങളുടെ ചോദ്യം സാർ, ഒരു മാസമല്ല, 2 മാസമല്ല, തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1-ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതില് എന്താണ് സാർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്? ഒരു മാസം യാദൃശ്ചികമായി സംഭവിച്ചു, നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത സാഹചര്യങ്ങൾ വന്നു. 8 മാസമായിട്ട് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് വിലക്കയറ്റ തോതിൽ ഒരു സംസ്ഥാനം നിൽക്കുകയാണ് സാർ. സാർ, ഇവിടെ നമുക്ക് പല സാധനങ്ങളുടെയും വിലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നു. വെളിച്ചെണ്ണയുടെ വില. സാർ, മലയാളിക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. സാർ, നമ്മൾ ഈ ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു സാർ. അതായത് ഈ 10 രൂപയുടെ പപ്പടം കാച്ചാൻ 400 രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങുന്ന മലയാളിയോടാണോ ട്രംപിന്റെ കളി എന്നായിരുന്നു ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോള്. എന്നാൽ ഇപ്പൊ അത് ട്രോളൊക്കെ മാറി സാർ. പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചുട്ടു തിന്നേണ്ടി വരും, അനന്തമായി നീണ്ടുപോകും. സാർ, ഈ 400 രൂപ, 500 രൂപ, 550 രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ് വെളിച്ചെണ്ണ. സാർ, ഇവിടെ കേരയ്ക്ക്, നമ്മുടെ സപ്ലൈകോയിലുള്ള കേരയ്ക്ക്, വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോ 429 രൂപയാണ് സാർ. 429 രൂപയാണ് കേരയ്ക്ക്. ശബരിയുടെ സ്ഥിതി എന്താ സാർ? ഈ ശബരി വെളിച്ചെണ്ണയാണെങ്കിൽ മന്ത്രിക്ക് അറിയാലോ, 50% സബ്സിഡിയും പിന്നെ 50% നോൺ സബ്സിഡിയാണ്. ഏതാണ്ട് 300-320 രൂപയ്ക്കാണ് ശബരി നമ്മൾ സപ്ലൈകോയിൽ കൊടുക്കുന്നത്. 50% സബ്സിഡിയിൽ വാങ്ങാൻ പറ്റത്തില്ല. എന്നാ അറിയോ? 1 ലിറ്റർ എണ്ണയെ കൊടുക്കത്തുള്ളൂ. പാക്കറ്റ് 1 ലിറ്ററിന്റെയാണ്. അപ്പൊ 50-ന്റെ ഇല്ല പാക്കറ്റ്. ഈ 329-ന് ശബരി വാങ്ങേണ്ട സ്ഥിതി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പൊതു മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ